വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലം കേക്ക് റെസിപ്പിയുമായാണ്. ഓവനും ബീറ്ററും ഫ്രൂട്ട് സോക്ക് ചെയ്യുകയും ഒന്നും ചെയ്യാതെ തന്നെ ബേക്കറി രുചി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് നമുക്ക് ഈ ക്രിസ്മസിന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗളിനകത്തേക്ക് അര കപ്പ് അളവിൽ കറുത്ത മുന്തിരിയും 3 ടേബിൾ സ്പൂൺ അളവിൽ ടൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ ഡ്രൈഡ് ചെറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ സൈഡിൽ നിന്നെല്ലാം ചെറുതായി ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ സമയത്തൊന്നും ഞാൻ സ്പൂൺ വെച്ച് ഇത് ഇളക്കി കൊടുക്കുന്നില്ല. ആ ഗോൾഡൻ ബ്രൗൺ കളർ മുഴുവനായി വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പതഞ്ഞ് വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് സൈഡിൽ നിന്നെല്ലാം പത സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പത മുഴുവനായും വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഞാനിവിടെ കുറേശ്ശെയായിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാരയുടെ സിറപ്പ് അധികം കരിഞ്ഞു പോകാൻ പാടില്ല. കാരണം അപ്പോൾ നമ്മുടെ കേക്കിന് കയ്പ്പ് രസമാണ് അനുഭവപ്പെടുക. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തിള വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും നട്ട്സ് ഇതിനൊപ്പം ഞാൻ ചേർക്കാറില്ല. പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് ചേർക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്ത് കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റമ്മിലെല്ലാം സോക്ക് ചെയ്ത് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി തിളച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ച് മെർമലേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് മെർമലേഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട് ജാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ജാം ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ ഓറഞ്ച് സിസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ സിസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുത്താൽ മതി. പിന്നീട് ഇതിനകത്തേക്ക് ഒരു നുള്ള് ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആ റമ്മിലൊക്കെ സോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുത്തൽ അനുഭവപ്പെടാറില്ലേ, അതേ ഒരു ടേസ്റ്റ് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഗ്രാമ്പു ചേർക്കുന്നത് കൊണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലെ വെള്ളം അധികം വറ്റി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഷുഗർ കാരമലൈസ് ആയതുകൊണ്ട് തന്നെ ഇത് കട്ട കെട്ടിപ്പോകാൻ ഇടവരും. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഉള്ള സമയത്ത് തന്നെ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു അലുമിനിയത്തിൻ്റെ വലിയൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്ത് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കവർ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം. ഇതിനായി ഒരു ബൗളിനകത്തേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് അതിനകത്തേക്ക് 1/2 കപ്പ് അളവിലാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നീട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ ജാതിക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ഒരു 3 ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ജാതിക്കയുടെ പകുതിയും എടുത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായി ഒന്ന് സീവ് ചെയ്തെടുക്കുക. ഒരു 3 തവണയെങ്കിലും സീവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നതാണ്. ഇനി സീവ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ
3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതാണ്. മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ മുട്ട ആയതുകൊണ്ടാണ് 2 ചേർത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗറുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ഷുഗർ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലെൻഡ് ചെയ്തതിനകത്തേക്ക് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ഓയിലാണ്. ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓയിൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന കാരമൽ ഷുഗർ സിറപ്പ് നന്നായി ഇവിടെ തണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന മിശ്രിതം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാൻ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ നേരിട്ട് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ ഞാനിവിടെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന സമയത്തൊന്നും നട്ട്സ് ചേർത്ത് കൊടുക്കാറില്ല. കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നട്ട്സ് പിന്നീട് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. നട്ട്സ് ചേർത്തതിന് ശേഷം ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട കേക്ക് ടിൻ ഞാൻ ഇവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ടിൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. കേക്കിൻ്റെ ടിന്നിലേക്ക് കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മിശ്രിതം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിശ്രിതം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം കൂടുതൽ സമയം ടാപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നീട് നമ്മൾ നേരത്തെ തന്നെ വട്ടച്ചെമ്പ് അടുപ്പിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് പ്രീഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ചെമ്പിനകത്തേക്കാണ് നമ്മുടെ ബാറ്റർ അടങ്ങിയ ടിൻ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കവർ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്ക് കൃത്യം 1 മണിക്കൂർ സമയം എടുത്തിരുന്നു കേക്ക് കുക്കായി കിട്ടാൻ. ഇനി നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നത് എങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 55 മിനിറ്റ് സമയമാകുമ്പോഴേക്കും കേക്ക് അധികവും ബേക്കായിട്ടുണ്ടാവും. അപ്പോൾ കേക്ക് കുക്കായിട്ടുണ്ടോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം. അങ്ങനെയാവുമ്പോൾ കേക്ക് ടൂത്ത് പിക്ക് ക്ലീനായി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഒരു 10 മിനിറ്റ് സമയം ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഗാർണിഷ് ചെയ്യാൻ ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിരുന്നു. ആ ക്ലിപ്പ് എന്നോട് വിട്ടുപോയതാണ് എടുക്കാൻ. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഈ രീതിയിൽ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.